കണ്ണെത്താ ദൂരത്തോളം മഞ്ഞിന്റെ കടൽ. കണി കാണാൻ ഒരു തരി പച്ചപ്പോ പറയത്തക്ക ജൈവ സാന്നിധ്യമോ ഇല്ലാത്ത ഇടം. താമസത്തെക്കുറിച്ച് ആലോചിക്കുക കൂടി വയ്യ. അന്റാർട്ടിക്കയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണിവ. എന്നാൽ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നായ അന്റാർട്ടിക്കയ്ക്ക് ഈ പറയുന്നതിലുമേറെ കാര്യങ്ങൾ അവകാശപ്പെടാനുണ്ട്. വർഷം മുഴുവനും അന്റാർട്ടിക്കയിൽ തന്നെ താമസിക്കുന്ന ആളുകളും മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ഈയിടെയായി സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറുകയാണ് ഇവിടം. കണ്ണിനെ അക്ഷരാർത്ഥത്തിൽ കുളിരണിയിക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, അന്റാർട്ടിക്കയിൽ മാത്രം കാണുന്ന അപൂർവ ജീവികളുമായി അടുത്തിടപഴകാനുള്ള അവസരവും ഇതോടൊപ്പം സഞ്ചാരികൾക്ക് സ്വന്തം. ലോകത്തിലെ ഏറ്റവും വലിയ സസ്തനിയായ നീലത്തിമിംഗലത്തെ മുതൽ പ്രതികൂല കാലാവസ്ഥയെ ചെറുക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവികളെ വരെ നേരിട്ട് കാണാം. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള പെൻഗ്വിനുകൾ, സീലുകൾ, ഡോൾഫിനുകൾ, അപൂർവ പക്ഷികൾ തുടങ്ങിയവയെ അടുത്തു കാണാം. ഈ ഭൂഖണ്ഡം സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമെങ്കിലും ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ 60% ഇവിടെയാണുള്ളതെന്ന് അധികമാർക്കും അറിയില്ല. എന്നാൽ വർഷം മുഴുവനും ഈ ജലം മരവിച്ചു മഞ്ഞുപാളികളായി കിടക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കാനാവില്ലെന്ന് മാത്രം. ഈ മഞ്ഞ് ഉരുക്കി ഉപയോഗിക്കാനായി അന്റാർട്ടിക്കയിൽ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ വെള്ളം സംഭരിക്കാനായുള്ള ചെറിയ തടാകങ്ങളിൽ നിന്നും മനുഷ്യരും മറ്റ് ജീവികളും ദാഹമകറ്റുന്നു. ഇവയുടെ പ്രവർത്തനങ്ങൾക്കായി പ്ലംബർമാരെയും ടാങ്ക് ക്ലീനർമാരെയും നിയമിച്ചിട്ടുണ്ട്. മരുഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സഹാറ പോലെ മണൽ നിറഞ്ഞതും തരിശായതും ചൂടുള്ളതുമായൊരു പ്രദേശമാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ പ്രതിവർഷം 10 mm താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് യഥാർത്ഥത്തിൽ മരുഭൂമി എന്ന് വിളിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു വർഷം 2 ഇഞ്ചിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്ക ഒരു ശീതമരുഭൂമിയാണ്. അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ 13 അഗ്നിപർവ്വതങ്ങളെങ്കിലുമുണ്ട്. ഇവയിൽ മൗണ്ട് എറബസ്, ഡിസെപ്ഷൻ ഐലൻഡ് എന്നിങ്ങനെ 2 മാത്രമേ ഇപ്പോൾ സജീവമായിട്ടുള്ളൂ. മറ്റുള്ളവയിൽ പലതും വരും കാലങ്ങളിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ഇവിടെയുള്ള എറബസ് പർവ്വതത്തിൽ തിളച്ചുമറിയുന്ന ലാവാ തടാകമുണ്ട്, പക്ഷേ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂടുകൂടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് അന്റാർട്ടിക് പെനിൻസുല. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അന്റാർട്ടിക് ഉപദ്വീപിലുടനീളമുള്ള ശരാശരി താപനില 3 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു. ഇത് ഭൂമിയിലെ ശരാശരി താപനില വർധനവിന്റെ 5 ഇരട്ടിയാണ്. ഇതുമൂലം പെൻഗ്വിനുകളുടെ ജീവിതരീതിയിലും ഇവിടെ വളരുന്ന ചിലയിനം പായലുകളുടെ വളർച്ചാരീതിയിലും പ്രകടമായ മാറ്റങ്ങളുണ്ടായതായി ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട്. 1820-ലാണ് അന്റാർട്ടിക്ക എന്ന ഭൂഖണ്ഡം ആദ്യമായി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടുന്നത്. കോളനിവൽക്കരണത്തിന്റെ അക്കാലത്ത് തദ്ദേശ ജനസംഖ്യയില്ലാത്ത ഒരേയൊരു ഭൂഖണ്ഡമായിരുന്നു അത്. പല രാജ്യങ്ങളും അന്റാർട്ടിക്കയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. തുടർന്ന് സമാധാനം നിലനിർത്താനായി 1959 ഡിസംബറിൽ 12 രാജ്യങ്ങൾ ചേർന്ന് അന്റാർട്ടിക് ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഭൂഖണ്ഡത്തെ ഒരുമിച്ച് ഭരിക്കാനുള്ള അഭൂതപൂർവമായ ഈ രാജ്യാന്തര ഉടമ്പടിയിൽ പിന്നീട് 41 രാജ്യങ്ങൾ കൂടി ചേർന്നു. അതിനുശേഷം വാണിജ്യ മത്സ്യബന്ധനം, ഖനനത്തിനും ധാതുപര്യവേക്ഷണത്തിനും പൂർണ്ണമായ നിരോധനമടക്കം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്റാർട്ടിക് ഉടമ്പടി വിശദീകരിച്ചു. 54 കിലോമീറ്റർ നീളത്തിൽ തൂവെള്ളയായി പരന്നുകിടക്കുന്നതാണ് അന്റാർട്ടിക്കയിലെ ടെയ്ലർ ഹിമാനി പ്രദേശം. 1911 അവിടേക്ക് പര്യവേക്ഷണത്തിനെത്തിയ ഗവേഷകരുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു. ഹിമാനിയുടെ നെറുകയിൽ നിന്ന് താഴേക്ക് ഒഴിച്ചിറങ്ങുന്ന രക്തം. ടെയ്ലർ ഹിമാനിയിലെ വെളുത്ത മഞ്ഞൾ കടുത്ത ചുമക്കു നിറം കലർന്നൊഴുകുന്നു. ബ്ലഡ് ഫോൾസ് എന്നാണ് അവർ അതിന് പേര് നൽകിയത്. വർഷങ്ങളോളം ഈ ചുമപ്പ് നിറത്തിന്റെ ഉറവിടം ഒരു രഹസ്യമായി തുടർന്നു. 2017 ശാസ്ത്രജ്ഞർ ഇതിന്റെ കാരണം കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. ഹിമാനിയുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഉപ്പും ഓക്സിഡൈസ് അയണും കൂടുതലുള്ള ഒരു സബ് ഗ്ലേസിയൽ തടാകത്തിൽ നിന്നാണ് വരുന്നത്. ഓക്സിജനുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ ഇരുമ്പ് തുരുമ്പെടുത്തു. വെള്ളത്തിന് ചുമപ്പ് നിറം കലർന്നു. ഇതിനെ ബ്ലഡ് ഫോൾസ് എന്നാണ് വിളിക്കുന്നത്.